ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം IM വിജയന്റെ മകൻ ആരോമൽ വിജയനും റോമി വിക്ടോറിയ ഫെബറും വിവാഹിതരായത് ഈ കഴിഞ്ഞ ദിവസമാണ്. തൃശൂർ തിരുവമ്പാടി കൺവെൻഷൻ സെന്ററിലെ നന്ദനം ഓഡിറ്റോറിയത്തിൽ നടന്ന വിപുലമായ വിവാഹ ചടങ്ങിൽ സുരേഷ് ഗോപി, വിനായകൻ, ദിലീപ്, ഷാജോൺ, അബു സലിം എന്നിവരുൾപ്പെടെ സിനിമ, കായിക രംഗത്തെ നിരവധി പ്രമുഖരാണ് പങ്കെടുത്തത്. മുംബൈയിൽ നിന്നും പ്രൊഫഷണലായി വീഡിയോ പെർഫോമൻസ് അനാലിസിസ് കോഴ്സ് പഠിച്ച ആരോമൽ നിലവിൽ ഈസ്റ്റ് ബംഗാൾ FC ഫുട്ബോൾ വീഡിയോ പെർഫോമൻസ് അനലിസ്റ്റ് തലവനായി ജോലി ചെയ്യുകയാണ്. വധു റോമി വിക്ടോറിയോ ഇൻഡിഗോയിലെ മുൻ ജീവനക്കാരിയാണ്. കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ MP സുരേഷ് ഗോപി ചടങ്ങിനെത്തിയിരുന്നു. IM വിജയൻ സുരേഷ് ഗോപിയുടെ അടുത്ത സുഹൃത്തു കൂടിയാണ്. എന്നാൽ സുരേഷ് ഗോപി വധുവരന്മാരുടെ അടുത്ത് വിജയന്റെ തോളിൽ കൈയിട്ടിരിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ ചില ഉന്നത കുലയാതർക്ക് സഹിക്കുന്നില്ല. താഴ്ന്ന ജാതിക്കാരെ സുരേഷ് ഗോപി തൊട്ടില്ല എന്നിനി കൊങ്ങികളും കമ്മികളും പറയരുത്. ജാതി പോലും നോക്കാതെ അടുത്ത് ഇരുന്ന ഈ മനുഷ്യനെ നിങ്ങൾ എന്തിനാണ് ജാതിപ്രാന്തൻ എന്ന് വിളിച്ചത് എന്നൊക്കെയായിരുന്നു അവരുടെ കമന്റുകൾ. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഇതാണ് ഉണ്ടായതെങ്കിൽ ആ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത നടൻ വിനായകനെതിരെ രൂക്ഷമായ പരിഹാസങ്ങളാണ് ഉയർന്നത്. IM വിജയനും വിനായകനും കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയ്ക്ക് താഴെ വരുന്നത് ജാതീയവും വംശീയവുമായ അധിക്ഷേപങ്ങളാണ്. കേരളത്തെ ഒന്നാകെ നാണം കെടുത്തുന്ന തരത്തിലാണ് മലയാളിയുടെ ഉള്ളിലെ സവർണ ബോധം പുറത്തു വരുന്നത്. രണ്ട് അടുത്ത സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു ആഘോഷ നിമിഷത്തെ മനുഷ്യത്വരഹിതമായ പ്രതികരണങ്ങളിലൂടെ ആക്ഷേപിക്കുകയാണ് അവർ. വേടനും കൂടെ വേണമായിരുന്നു, ചിമ്പാൻസികളുടെ വർഗസ്നേഹം, പുലയ സ്നേഹം എന്നൊക്കെയാണ് സവർണ കോമാളികൾ എഴുതിവിടുന്നത്. 100% സാക്ഷരത നേടിയെന്ന് കരുതി അഭിമാനിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇത്തരം പ്രാകൃതമായ ചിന്താഗതികൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഒന്നുമില്ലാത്ത നിലയിൽ നിന്നും ഉയർന്നു വന്നവരാണ് IM വിജയനും വിനായകനുമൊക്കെ. ആ നേട്ടങ്ങളെ അംഗീകരിക്കാൻ മടിക്കുന്ന വരേണ്യ വർഗമാണ് കമന്റുകളിലൂടെ തങ്ങളുടെ കലി തീർക്കുന്നത്. കറുത്ത നിറമുള്ളവരെ ഇവർ പരിഹസിക്കുന്നത് പലപ്പോഴും കാക്ക അല്ലെങ്കിൽ മൃഗങ്ങളോട് ഉപമിച്ചുകൊണ്ടാണ്. കലാഭവൻ മണിയുടെ അനിയൻ കറുത്ത കാക്കയായതും വിനായകൻ കറുത്ത പട്ടി ആകുന്നതുമെല്ലാം അങ്ങനെയാണ്. മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തെയും സൗഹൃദത്തെയും പോലും ജാതിയുടെയും വംശീയതയുടെയും കണ്ണിലൂടെ മാത്രം കാണുന്ന മനോഭാവം അങ്ങേയറ്റം മോശമാണെന്ന് തെളിയിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ കമന്റുകൾ. കേരളത്തിൽ നിന്നും ജാതി വ്യവസ്ഥയൊക്കെ എന്നേ പോയിക്കഴിഞ്ഞു എന്ന് അവകാശപ്പെടുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഇത്തരം സൈബർ ആക്രമണങ്ങൾ. നമ്മുടെ നാട്ടിൽ ജാതി ചിന്ത ഇനിയും മാറിയിട്ടില്ല. അത് കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. പുലയനെ പുലയൻ എന്ന് വിളിച്ചാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നവരും ഈ കൂട്ടത്തിൽ. മനുഷ്യനെ മനുഷ്യനായി നിങ്ങൾ കാണുന്നില്ല എന്നതാണ് അതിനുള്ള ഉത്തരം.